Dear students, are you ready for today's class? Okay, in the last class we discussed about the androecium, isn't it? The male reproductive system in the flower. So, till I move to the next topic, that is gyneceium. Gyneceium is otherwise known as pistil. Okay, and the gyneceium part is the female reproductive part of the flower. And this gyneceium, which composed of one or more carpels. Okay, in this figure you can see the labelings of the gyneceium, and it is composed of one or more carpels, and each carpel is consisting mainly three parts, that is stigma, style and ovary. You can see in this figure the labeling as stigma, style and ovary. Okay, the first one, that is called the stigma. What do you mean by stigma? You know about stigma and you know about these parts in the earlier classes, isn't it? So what is stigma? The stigma is the terminal knob-like part and which may be divided into two or more lobes and may assumed as a feathery appearance. Okay, അപ്പോൾ നോക്കി ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും ടിപ്പിൽ കാണുന്നതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ലൈക്ക് എ നോബ് ലൈക്ക് സ്ട്രക്ചർ. ഒരു നോബ് പോലെ ആയിരിക്കും അത് കാണുന്നത്. സംടൈംസ് ഇറ്റ് മേ ബി ഡിവൈഡഡ് ഇൻ ടു 2 or more ലോബ്സ്. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ഫ്ലവേഴ്സിൽ ആ ഒരു നോബ് രണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഡിവൈഡ് ചെയ്ത് ലോബ് പോലെ ആയിരിക്കും കാണുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് മേ അസ്യൂംസ് സം ഫെദറി അപ്പിയറൻസ്. ഓക്കെ, ആൻഡ് ദിസ് സ്റ്റിഗ്മ ഈസ് കവേർഡ് വിത്ത് ഫുൾ ഓഫ് hair or with glandular papillae. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്റ്റിഗ്മയിൽ ഒരു ഹെയർ ലൈക്ക് അപ്പിയറൻസ് കാണും, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഗ്ലാനുലാർ പാപ്പിലെ എന്ന് പറയാം. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് ദ ലാൻഡിംഗ് പ്ലേസ് ഫോർ പോളൻ ഡ്യൂറിങ് പോളിനേഷൻ. വാട്ട് ഇസ് എ ഫങ്ഷൻ ഓഫ് സ്റ്റിഗ്മ? ഇറ്റ് സെർവ്സ് ആസ് എ ലാൻഡിംഗ് പ്ലേസ് ഫോർ ദ പോളൻ ഡ്യൂറിങ് ദ പോളിനേഷൻ സമയത്ത് പോളൻ ഗ്രെയിൻസിന് വന്ന് സിറ്റ് ചെയ്യാനുള്ളൊരു പ്ലേസ്, ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് സ്റ്റിഗ്മ. ദറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റിഗ്മ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ style. You can see a tube-like structure or tube slender stalk, isn't it? That portion is called a style. That tube slender stalk which connects the stigma to the ovary. ഓക്കെ, അപ്പോൾ നോക്കിയേ അതിൻ്റെ മിഡിൽ പോർഷനാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റൈൽ ഏതിനെ കണക്ട് ചെയ്യുന്നു? സ്റ്റിഗ്മയെ ഓവറിയുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന പോർഷനെയാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഈസ് ഓവറി. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ദ ഓവറി ഈസ് എ സോളൻ ബേസ് പോർഷൻ കമ്പോസ്ഡ് ഓഫ് മെനി കാർപ്പൽസ്. ഓക്കെ, ഇറ്റ്സ് എ സോളൻ പോർഷൻ, ഇച്ചിരി സൊള്ളി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വീർത്തിരിക്കുന്ന പോർഷനാണ് ഓവറി എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി സീൻ അറ്റ് ദ ബേസ് പോർഷൻ ഓഫ് ദ gyneceium. Okay, and the inner cavity of the ovary may be single or chamber or divided into several chambers, or otherwise we can say that chambers as locules. Okay, and each locules containing a number of rounded body, that is called ovules. So we can say the ovules are present inside the ovary. Okay, അപ്പോൾ എന്താണ്, ഓവറി ഏറ്റവും ബേസ് പോർഷനിലായിരിക്കും കാണുന്നത്. ആ ഓവറി കമ്പോസ് ചെയ്തിരിക്കുന്നത് സെവറൽ കാർപ്പൽസ് ചേർന്നാണ്. ആ കാർപ്പൽസ് ചേരുമ്പോഴാണ് അത് ഓവറി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ഇന്നർ ക്യാവിറ്റി ഓഫ് ദ ഓവറി മേ ബി സിംഗിൾ ഓർ ചേംബർ. ഓക്കെ, അല്ലെങ്കിൽ ആ ഓവറി ഒരു സിംഗിൾ ചേംബർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ചേംബേഴ്സ് അല്ലെങ്കിൽ ലൊക്യൂൾസ് ആയിട്ട് മാറും. ആ ലൊക്യൂളിനകത്ത് റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അപ്പിയർ ആവും. അതിനെയാണ് നമ്മൾ ഒവ്യൂൾസ് എന്ന് പറയുന്നത്. These ovules are developed into seeds. ഓക്കെ, ഈ ഒവ്യൂൾസ് ആണ് എന്തുമായിട്ട് മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ആൻഡ് ദ ഓവറി വിച്ച് ഈസ് ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. ഓവറി ഡെവലപ്പ് ചെയ്ത് എന്തുമായിട്ട് മാറുന്നു? ഫ്രൂട്ടായിട്ട് മാറുന്നു. ആൻഡ് ദ ക്യുഷൻ ഓർ സ്വോളൻ റീജിയൻ ഇൻ ദ ഓവറി അറ്റാച്ച്ഡ് ദ ഒവ്യൂൾസ് ടു ദ വോൾ ഓഫ് ദ ഓവറി, ദാറ്റ് ഈസ് കോൾഡ് എ പ്ലാസൻറ്റ. അപ്പം ഈ ലൊക്യൂളിനകത്ത് ഈ ഒവ്യൂൾ ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? പ്ലാസൻറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദാറ്റ് ഈസ് അബൌട്ട് ദ gyneceium.